ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ട്. അപ്പം ലാസ്റ്റ് വീക്ക് ആയല്ലോ ബിഗ് ബോസ് 7th സീസൺ. അപ്പം ആരായിരിക്കും വിന്നറായിട്ട് തോന്നുന്നത്? വിന്നർ അനീഷ് തുടക്കത്തിലേ തൊട്ട് അവൻ്റെ കളികളൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് വരുന്നു. മേ ബി എനിക്ക് കൂടുതലും തോന്നുന്ന അനുമോൾ ആവാനായിരിക്കും ചാൻസ്. അനുമോള് കുഴപ്പമില്ല, നന്നായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കൂടുതലും. പിന്നെ അനുമോക്കാണ് സപ്പോർട്ടൊക്കെ ആണെങ്കിലും കൂടുതലും കാണാറുള്ളത്. അപ്പം ചാൻസ് അനുമോൾ ആവാനാണ് ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് അനീഷാണ് ഏറ്റവും കൂടുതൽ നല്ലോണം വഴക്കുണ്ടാക്കുന്നുണ്ട്. അനീഷിൻ്റെ നിലപാട് അന്നൊന്നും ഒരുപോലെയാണ്, മാറ്റമില്ല. അതുകൊണ്ട് അനീഷ് തന്നെ വിന്നീർ. നൂറ ഇക്കാരം നന്നായിട്ട് ഗെയിം കളിക്കും, പിന്നെ നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യുന്നു. ഷാനവാസ് ജെന്യൂനായിട്ട് കളിക്കുന്നുണ്ട്. അനീഷ അവനാണ് ചാൻസ്. ഞാൻ അധികം കാണുന്നത് അവരുടെ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അനീഷ് എല്ലാത്തിനും ഓരോ പ്രതികരണം, എല്ലാം നല്ല രീതിയിൽ പ്രതികരണവും നല്ല രീതിയിൽ കളിച്ച് പോകുന്നുണ്ട്. ഗെയിമും എല്ലാ കാര്യങ്ങളും. വിന്നറെന്ന് പറയാൻ നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അനുമോളോ അനീഷോ ഇപ്പം നെവിന് മുന്നിൽ നിൽക്കുക. അനുമോളാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാ കാര്യവും ഇങ്ങനെ തുറന്നൊക്കെ പറയും. പിന്നെ ഒരു പാവം ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. അനുമോൾ എന്തുകൊണ്ടാണ് അനുമോളിനെ തിരഞ്ഞെടുക്കാൻ? ജെന്യുവനാണ്. അനീഷ് അത് എത്തിപ്പത് വെച്ച് തോന്നുന്നുണ്ട് അനീഷാവുന്നു. അനുമോളായിരിക്കാനാണ് സാധ്യത. കോമഡി ഉത്സവം അങ്ങനെയുള്ള ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. അവളെ സ്റ്റാർ മാജിക് അതിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഗെയിമറാണ്, കുഴപ്പമൊന്നുമില്ലാതെ. എനിക്കിഷ്ടം അനീഷ് വരാനാണ്. അനീഷ് അല്ലെങ്കിൽ നെവിനാണ്. എനിക്ക് രണ്ടുപേരെയാണ് എനിക്കിഷ്ടം. അനീഷ്. എന്താ അനീഷിനെ തിരഞ്ഞെടുക്കാൻ അത്രയ്ക്ക് വലിയ കാരണം? നല്ല കളിയാണ്, നല്ല ഗെയിമറാണല്ലേ? എനിക്ക് പേഴ്സണലി ഷാനവാസിനാണ് ഇഷ്ടം. ഷാനവാസ് വിജയിക്കണമെന്നാണ് ആഗ്രഹം. അനീഷ് നല്ലൊരു ഗെയിമറാണ്. പിന്നെ എന്താ ജെന്യുവനായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ആദിലനൂറ ഒരു 2 കണക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിലാരായിരിക്കും? നൂറ. രണ്ടാമതാരായിരിക്കും? ആദില തന്നെയാണ്. ഷാനവാസ് എന്താ ഷാനവാസ് ജയിക്കും എന്നുള്ളൊരു ഉറപ്പ്? ഒന്നുമല്ല, സപ്പോർട്ട് ഷാനവാസിനായിരിക്കും. തൃശ്ശൂർക്കാരനില്ലേ, എന്താ അവൻ്റെ പേര്? അനീഷാണെങ്കിൽ പറയാനുള്ള ചാൻസ്. നല്ല അഭിപ്രായമാണ് അവൻ്റെ. സൗമ്യതയുള്ള സംസാരവും ഒക്കെയാണ് അവൻ്റെ. അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിലെയാണ് വിന്നർ. ഷാനവാസാണ് ആഗ്രഹം. എനിക്കിഷ്ടം അതാണ്. ആള് നല്ല ആക്റ്റീവാണ്. ആള് എല്ലാത്തിലും കോമഡി ആണെങ്കിലും അതും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും ആളാണ്. എനിക്ക് അനീഷായിട്ടാണ് തോന്നുന്നത്. അനീഷാണ്. എന്തേ അഭിപ്രായം വന്നത്? ആള് തുടക്കം മുതലേ അത്യാവശ്യം നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് എങ്ങനെ വേണോ അങ്ങനെയുള്ള രീതിയിൽ തന്നെയായിരുന്നു പുള്ളി നിർണ്ണയിച്ചിരുന്നത്. അപ്പോൾ ആള് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അനീഷേട്ടനാവാനാണ് കൂടുതൽ ചാൻസ്. അനീഷേട്ടൻ നിഷ്കളങ്കനായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന എന്താണെങ്കിലും അപ്പം തുറന്നു പറയാം. അങ്ങനെ ഒന്നിനും മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാത്ത ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അനീഷായിരിക്കുള്ളൂ പൊതുവെ വോട്ടിങ് അങ്ങനെയാണ്. പിന്നെ ആൾ അത്യാവശ്യം ജെന്യൂനായിട്ട് നിൽക്കുന്നത് എനിക്കും പറഞ്ഞാൽ കുറേ അക്ബർ ആയിരിക്കും അല്ലെങ്കിൽ നൂറ എനിക്ക് തോന്നുന്നു. അത് വോട്ടിങ്ങും പിന്നെ കുറേ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക്. നൂറയ്ക്ക് അക്ബറിന് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. അവള് നാച്ചുറൽ ആയിട്ടുണ്ട്. നാച്ചുറലായിട്ട് ഓരോ ഒളിവ് മറയൊന്നുമില്ല. അനീഷായിരിക്കും വിന്നർ. എന്തേ അനീഷിനെ പറയാൻ? അനീഷിനെ എല്ലാവരിലും വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകം ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് നമുക്ക് എല്ലാവരും വെച്ച് നോക്കുമ്പോൾ അയാളൊരു അങ്ങനത്തെ തോന്നലും. അനീഷ് ജയിക്കണം എന്നാണ് ആഗ്രഹം. ആണല്ലേ? എന്തേ അനീഷിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? അനീഷിൻ്റെ ഗെയിം നല്ലതായതുകൊണ്ട്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അനുമോള് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.